ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് കുറച്ച് വില്ലകളാണ്. ശരിക്കും പറഞ്ഞാൽ 8 വില്ലകളാണ് നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 15 മിനിറ്റ് മാത്രം ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഈ കാണുന്ന വില്ലകളിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. ഭംഗിയായിട്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള 8 വില്ലകളാണ് ഇവിടെ ഉള്ളത്. ഈ 8 വില്ലകളിൽ 4 ഓൾറെഡി സെയിലായതാണ്. ബാക്കി 4 മാത്രമാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, വീടുകളുടെ സ്ട്രക്ചർ കണ്ടാൽ അറിയാം, എല്ലാം ഏകദേശം നിയർലി കംപ്ലീഷനോട് അടുക്കുന്നതേ ഉള്ളൂ. ആ സ്റ്റേജിലാണ് ഇത്രയും വില്ലകൾ, 4 വില്ലകൾ സെയിലായി പോയിരിക്കുന്നത്. അപ്പൊ അത്ര ഡിമാൻഡ് ഉള്ള ഒരു ഏരിയയാണ്. ഇതിനകത്ത് ഒരു വീട് നമുക്കിപ്പം സെയിലായി, അതിനകത്ത് ആള് താമസമായതാണ്. ബാക്കിയുള്ള 4 വില്ലകളാണ് ഇനി സെയിലിനായിട്ടുള്ളത്. 3 BHK ഉണ്ട്, 4 BHK ഉണ്ട്. അപ്പൊ എല്ലാത്തിനെയും ഡീറ്റെയിൽ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇതിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 15 മിനിറ്റ് മാത്രമാണ് ഡ്രൈവ് വരുന്നത്. എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 11 കിലോമീറ്റർ. നമുക്ക് ഇവിടെ ഏറ്റവും അടുത്ത് വരുന്ന ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ സമരിട്ടൺ ഹോസ്പിറ്റലിലേക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ വെറും 5 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഡ്രൈവ് വരുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ് യൂറോടെക് മാരിടൈം അക്കാഡമി. അത് ഇവിടെ നിന്നും വെറും 400 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകൾ നോക്കുവാണെങ്കിൽ മാർത്തോമ പബ്ലിക് സ്കൂൾ, വിദ്യോദയ, ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ, ഈ പറയുന്ന സ്കൂളുകളെല്ലാം തന്നെ ഇവിടുന്ന് സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നതും വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിപ്പെടാവുന്നതുമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട് ദർശനമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ല പ്രൊജക്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 8 വില്ലകളുണ്ട്. അതിനകത്ത് 4 സെയിലായതാണ്. ബാക്കി 4 മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. പല വില്ലകളും നിയർലി കംപ്ലീഷൻ എടുക്കുന്നതേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വില്ലകൾ വന്ന് ബുക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കില്ല. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വീതിയുള്ള വഴി തന്നെയാണ്. നമുക്ക് 2 വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാവുന്ന ആ ഒരു അത്രയും ഒരു വിഡ്ത്തിട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന റോഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും വീടുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇന്നൊരു 3 ബെഡ്റൂമിന്റെ വീടാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന് എൻഡിലായിട്ടൊരു കോമൺ ആയിട്ട് വലിയൊരു കിണർ വരുന്നുണ്ട്. ഈ കാണുന്ന വില്ലകളുടെ എല്ലാം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടും നമുക്കറിയാം, ഈ നമ്മുടെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഏറ്റവും ചൂടുള്ള മാസമായിരുന്നു. ആ സമയത്ത് പോലും ഇത്രയും വെള്ളം എടുത്തിട്ടും ഒട്ടും തന്നെ വെള്ളത്തിന്റെ ഒരു അളവ് കുറയാത്ത രീതിയിലുള്ള ഒരു വലിയ കിണറാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ഹാഫ് സർക്കിൾ മാത്രമാണ്. അതിന്റെ ഒരു ബാക്കി സർക്കിളും കൂടെ ഫുൾ റൗണ്ട് ഉള്ള ഒരു വലിയ കിണർ നല്ല ആഴത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ് ഇവിടെ എല്ലാ വില്ലകൾക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു 3 BHK വില്ലയുടെ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, മാർബിൾ ഹോംസ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വീടുകൾ എടുക്കുന്നുണ്ട്, എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷേ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ കാണുന്ന വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ കുറച്ച് നമുക്ക് മതിൽ വരുന്നുള്ളൂ. അത് തന്നെ കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. ഗേറ്റിന്റെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലും ഒരു പോർഷൻ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ലേസർ കട്ട് ഡിസൈനുകൾ വരുന്നുണ്ട്. ഭംഗിയായ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ മെയിൻ 2 പില്ലറുകളിൽ ഭംഗിയുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ വന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എലിവേഷൻ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാനിനി എടുത്തു പറയുന്നില്ല. ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. നിറയെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ബാൽക്കണിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു വുഡൻ റൂഫിംഗ് വർക്കുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്. നല്ലൊരു A ഷേപ്പ് വരുന്നുണ്ട്. ബോക്സി ഷേപ്പും കൊണ്ട് മിക്സ് ആയൊരു വീടാണ്, മിക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഇതിന്റെയും ഫൈനൽ ഫിനിഷിംഗ് വർക്കുകൾ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാം തന്നെ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സ്റ്റേജിൽ തന്നെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ, നിങ്ങൾ മറന്നു പോകണ്ട. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് 4 വീടുകളും സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വലിയൊരു കാർ പോർച്ച് തന്നെ കിട്ടുന്നുണ്ട്. ഒരു വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. 1ാമത്തെ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. 2ാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സ്പേസ് കിട്ടുന്നത്. ടോട്ടൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ എല്ലാം ഫ്ലോറിംഗ്, മുറ്റം നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. നമുക്ക് അതിനിടയിൽ ഇനിയിപ്പോൾ ഒരു ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്.
വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഭാഗത്തെല്ലാം തന്നെ പ്ലാന്റുകൾ, ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും അതിനിടയിൽ 2 സ്പോട്ട് ലൈറ്റുകളുമാണ് വരുന്നത്. അവിടുന്ന് നേരെ വീടിന്റെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ ഭംഗിയുള്ള പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഫുഡ് സ്റ്റെപ്സ് വെക്കാനായിട്ട് മാത്രം ഓരോ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് വീടിന്റെ സൈഡ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 പേർക്കൊക്കെ നല്ല വീതിയുള്ള കടന്നു പോകാവുന്ന വഴിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വഴി നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ വീടിന്റെ ബാക്ക് സൈഡിലുള്ള ബാൽക്കണി സ്പേസിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നടന്ന് വീടിന്റെ നേരെ ആ ഒരു ബാക്ക് സൈഡിലേക്ക്, മറ്റേ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എത്തിപ്പെടാവുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ വർക്ക് നടക്കുന്നത് കൊണ്ട് കാണുന്ന ആ ഒരു കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ്. അവിടെ ഒരു വലിയ വോള് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടേക്ക് വളരെ ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഫുള്ള് വർക്ക് കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു വീടായിട്ടായിരിക്കും ഇത് മാറാൻ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് നോക്കാം. സിറ്റ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 4-5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 പില്ലറുകളും കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് അതിനകത്ത് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒട്ടിച്ച ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളതുകൊണ്ടാണ് ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വുഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ്. നല്ല വീതിയുള്ള കട്ടിളപ്പടിയിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമായിട്ടാണ് 2 പീസിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിന്റെ ഫേസിംഗ് വരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. നമുക്ക് 2 ആയിട്ട് തുറക്കാവുന്ന ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. മൾട്ടിവുഡ് കൊണ്ട് കുറച്ച് ഭാഗങ്ങളിൽ PVC ലാമിനേഷൻ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ബോളിൽ 2 വിൻഡോസും അവിടെ 3-4 വിൻഡോസും ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായ ഒരുപാട് ഓപ്പണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഉടൻ പാനലിംഗ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. റൂഫിൽ നോക്കിയാലും നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള റൂഫിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, LED സ്ട്രിപ്പുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് റൂമിലേക്കാണ് ഇവിടെ നിന്ന് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആ സ്റ്റെപ്സ് എല്ലാം നോക്കിയാൽ നമുക്ക് കാണാം ഭംഗിയായിട്ടുള്ള വുഡൻ ഫിനിഷിംഗ് പോലെ തോന്നിക്കുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈറ്റ്സ് എല്ലാം വുഡനാണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലുള്ള ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ട് സേഫ് ആയിട്ടാണ് മുകൾ ഭാഗം വരെ കവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കൊരു 8 പേരെ വരെ ഇരുത്താവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറക്കാവുന്ന രീതിയിലുള്ള വലിയ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നല്ലൊരു വർക്കാണ് വരുന്നത്. വാട്ടർ ഫോളിംഗ് വരുന്നത് പോലെ നല്ലൊരു വർക്കും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെ വരാനുള്ളതാണ്. അതുകൂടെ വന്നു കഴിയുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഈ ഒരു വീട് കാണാനായിട്ട്. ഡൈനിങ് സ്പേസിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് അല്ലാതെ വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളിലാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം അവിടെ ഒരു വുഡൻ ഫ്രെയിം ഇട്ടിട്ടാണ് അതിന്റെ ആ ഒരു ബോർഡർ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഗ്രാസ് വിരിക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് ഇടാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ബിൽഡേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു വർക്കും കൂടിയാണ് അവിടെ പെൻഡിങ് ഉള്ളൂ. അതിനിടയിലും ഭംഗിയായിട്ട് ചെറിയ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ എവിടെയാണെന്നുള്ളതാണ്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വാഷ് ഏരിയ വിസിബിൾ ആണ്. അവിടെ നമുക്കിനി ഗ്രാനൈറ്റ് വരാറുണ്ട്. അവിടെ ആ ഒരു വാഷിംഗ് എക്യുപ്മെന്റും വെക്കാറുണ്ട്. മുകളിൽ ഭംഗിയായിട്ടുള്ളൊരു വലിയ മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ കബോർഡുകളായിട്ടൊക്കെ തന്നെ ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. ഇതൊരു 3 BHK വീടാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത് 13-11 ഫീറ്റിലാണ്. ഇതിന് അളവ് വരുന്നത് 13-11 ഫീറ്റ് ആണ്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ വാർഡ്രോബ് ആണ്. ഒരു വോളിന്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. താഴെയും കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ മൾട്ടിവുഡിൽ PVC ലാമിനേഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറാണ് ഇതെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്, ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. അതിനിടയിലായിട്ട് 3 വിൻഡോസ് നമുക്ക് കാണാം. മറ്റു 3 വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാം തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്.
റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം നല്ല രീതിയിൽ തന്നെ ആ വുഡൻ മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് റൂഫിംഗ് വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾക്ക് ഇവിടെ കാണാം. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിനകത്ത് കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെറിയൊരു സെപ്പറേഷൻ ഉള്ള സ്പേസ് കൂടെ കൊടുത്തിട്ടാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഡൈനിങ് ഹാളിൽ നിന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിരുന്നു, ഇവിടെ നിന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചണിന്റെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് ക്രോക്കറി ഷെൽഫും കിട്ടുന്നത്. മുകളിലുള്ള ഒരു ക്രോക്കറി ഷെൽഫ് നോക്കിയാൽ കാണാം ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. താഴെയൊക്കെ ക്ലോസ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു വുഡ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ സെയിം PVC ലാമിനേഷനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെള്ളം വീണാൽ പോലും യാതൊരു തരത്തിലും കുത്തുപിടിക്കുകയോ നശിച്ചു പോവുകയോ ചെയ്യാത്ത മെറ്റീരിയൽ ഇട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റുമാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുകൂടാതെ എടുത്തു പറയേണ്ടത്, ഞാൻ എല്ലാത്തിലും തന്നെ പറയാറുണ്ട്, പലരുടെയും ഒരു കൺസേൺ ആണ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനായിട്ട് നമുക്കൊരു സ്പെസിഫിക് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ ഒട്ടും സ്ഥലം നമുക്ക് പുറത്തേക്ക് നഷ്ടമാകാതെ കിട്ടുന്നതാണ്. കിച്ചന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ബിക്കോസ് അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. കിച്ചന്റെ റൂഫ് നോക്കിയാലും നമുക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയും വർക്കുകളും LED ലൈറ്റുകളും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീടിന് ഏകദേശം താഴത്തെ ഫ്ലോറിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ഒരുപാട് പല ചാനലുകളുടെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ കാണുന്നുണ്ട്. പക്ഷെ മാർബിൾ ഹോംസ് എന്ന ഈ ഒരു ചാനലിന്റെ ഈ ഒരു വീഡിയോ തുറന്ന് നോക്കാൻ തുടങ്ങിയ നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട് വാങ്ങാൻ സമയമായി എന്നുള്ളൊരു റിമൈൻഡർ ആണ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക, സമയം കളയേണ്ട. 8 വീടുകളിൽ 4 ഓൾറെഡി സെയിൽ ആയതാണ്. ഇനിയിപ്പോൾ ഒരു 4 മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. കയറി വന്ന വഴിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുകൾ ഭാഗത്തായിട്ട് വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ടത് നല്ല സേഫ് ആയിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് തന്നെ ഈ കാണുന്ന വലിയൊരു വോളിൽ നല്ലൊരു ലാമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന് നിൽക്കുന്ന സമയം വരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള ഒരുപാട് റൂഫിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഷാൻലിയർ തന്നെയാണ് മിഡിൽ ഹാങ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും എല്ലാം ഈ ഒരു ഹാളിൽ കൊടുത്തിരിക്കുന്നത്. നേരെ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. ഹാളിന്റെ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് അവിടെ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ റീഡിംഗ് പർപ്പസിനൊക്കെ ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഷെൽഫ് ഫെസിലിറ്റികൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റൂം വിസിബിൾ ആണ്. എല്ലാത്തിന്റെയും ഡോറുകൾ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു മഹാഗണിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്, യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റിയുടെ ഫ്ലോർ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഒരു ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഗ്രില്ല് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മെയിൻ ഡോർ വരാനുണ്ട്. അതിന്റെ കുറച്ച് വർക്കുകളോട് നമുക്കിനി പെൻഡിങ് ആണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകം നോട്ട് ചെയ്തോളൂ, സ്റ്റെയർ കേസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രായമായവർക്കാണെങ്കിൽ പോലും സ്റ്റെപ്പ് കയറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വീണ്ടും ഇവിടുത്തെ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടെ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വരുന്ന ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു വോളിൽ 2 വുഡൻ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് 2 ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. പെയിന്റിങ്സ് വെക്കാനോ നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് എന്തായിട്ട് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു വാർഡ്രോബ് നിങ്ങൾക്ക് അവിടെ കാണാം. സെയിം ആ ഒരു ഗ്രേ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാലും കാണാം സിമ്പിൾ ആണ്, പക്ഷെ അതേസമയം ഭംഗിയുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഡിസൈനോട് കൂടിയിട്ടാണ് ബാത്റൂം ടൈൽസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും ഒരു വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. മുകളിലത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകളും ഏകദേശം കോമൺ സൈസ് തന്നെയാണ്. 13-12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ ഒരു വലിയ ഓപ്പണിംഗും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലുള്ള വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. മിഡിലായിട്ട് ഡോറ് വരുന്നുണ്ട്. ആ ഡോറ് തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിന്റെ ആ ഒരു ഹാൻഡിൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ വില്ലകളും തന്നെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു 8 വില്ലകളിൽ ഒരു വില്ലയിൽ ആൾ താമസമായതാണ്. ബാക്കിയുള്ള 4ഓളം വില്ലകൾ നമുക്ക് സെയിലായതാണ്. അപ്പൊ നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് പറയാം. നമുക്കിനിയിപ്പോ ബാൽക്കണി മാത്രമാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കണ്ടില്ലായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ഗ്രേ കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനുള്ള ഒരു അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഹാളിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഇടനാഴി പോലെ ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം ഒരു ബെഡ്റൂമിന്റെ അത്രയും തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്ക് സൈസ് കിട്ടുന്നുണ്ട്. 2 ഭംഗിയുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്താണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ഒരു നല്ലൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കിയാൽ കാണാം, നമുക്ക് ഭംഗിയുള്ള വുഡൻ വർക്കുകളോട് കൂടിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയും ഹാൻഡ് റെയിൽസ് എല്ലാം ഇട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് ടോട്ടൽ 8 വില്ലകളാണ് വരുന്നത്. 4 എണ്ണം സെയിലായി. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താ പറയാ, വളരെ ഫാസ്റ്റ് ആയിട്ട് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വില്ല പ്രൊജക്ട് ആണിത്. 4 എണ്ണം പോയതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റുള്ള 4 എണ്ണവും വിറ്റുപോകാൻ യാതൊരു താമസവുമില്ല. ബിക്കോസ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വെറും 15 മിനിറ്റ് ഡ്രൈവ് മാത്രമാണ് വരുന്നത്. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എല്ലാം ഇതിന് വളരെ അടുത്തായിട്ട് തന്നെയാണ്. ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊരു ഡെയിലി ആവശ്യത്തിനും അതൊരു എമർജൻസിക്കും എല്ലാം എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത്, വില്ല കോമ്പൗണ്ടിനകത്ത് നമുക്ക് കിണർ വെള്ളം നല്ല രീതിയിൽ തന്നെ സുലഭമായിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ നമുക്ക് 8 വില്ലകളുള്ളതിൽ 4 ബെഡ്റൂമിന്റെയും ഇനി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 ബെഡ്റൂമിന്റെയും അവൈലബിൾ ആണ്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടത് 3 ബെഡ്റൂമിന്റെ വീടാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.5 സെന്റ് ലാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. 3.5 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 1700 ആണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമിന്റെ വീടാണ്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ഈ 3 ബെഡ്റൂമിന്റെ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 74 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇതിനകത്ത് 4 ബെഡ്റൂമിന്റെ വീടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ലാൻഡ് നോക്കുവാണെങ്കിൽ 4.5 സെന്റിലാണ് 4 ബെഡ്റൂമിന്റെ വീടുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുദ്ദേശിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. 3 ബെഡ്റൂമിന്റെ വീടുകൾക്ക് 74 ലക്ഷം രൂപയും 4 ബെഡ്റൂമിന്റെ വീടുകൾക്ക് 95 ലക്ഷം രൂപയുമാണ് ഓണർ ചോദിക്കുന്ന പ്രൈസ്. ഇത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാർബിൾ ഹോംസിന്റെ ആഡ് നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു ഓണക്കാലത്ത് ഇന്നിപ്പോ നമുക്ക് അത്തം തുടങ്ങിയുള്ള 10 ദിവസങ്ങളിൽ മാർബിൾ ഹോംസിൽ നിന്നും വീട് പർച്ചേസ് ചെയ്തവർക്ക് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ട് വീട് വാങ്ങിക്കാനായിട്ടൊരു അവസരമുണ്ട്. അതുകൊണ്ട് വിട്ടുകളയേണ്ട. ഈ ഓണം നിങ്ങളുടെ മാത്രമായിരിക്കട്ടെ. ഈ ഓണക്കാലത്തായിരിക്കട്ടെ നിങ്ങൾക്കൊരു സ്വപ്ന ഭവനം സ്വന്തമാക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നത്. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.